നമസ്കാരം. സ്വന്തമായി ബിസിനസ് ആരംഭിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു സ്ത്രീയാണോ നിങ്ങൾ? അതല്ല, നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്ത് വലയത്തിലോ അത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വനിതകൾ ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വളരെ ചെറിയ പലിശ നിരക്കിൽ വനിതകൾക്ക് ബിസിനസ് ആരംഭിക്കാൻ 25 ലക്ഷം വരെ ലോൺ ലഭിക്കുന്നു. അതിൽ 10 ലക്ഷം വരെ ED രഹിത വായ്പയാണ്. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് അവരുടെ സ്വപ്ന ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ഒരു സ്കീമിനെ കുറിച്ചാണ്. അതാണ് SBI സ്ത്രീ ശക്തി പാക്കേജ്. ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണണം. കാരണം ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു എന്താണ് ഈ ഒരു പദ്ധതി, ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത്, എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു സ്കീമിൽ നിന്നും ലോൺ ലഭിക്കാനായിട്ട് ആവശ്യമുള്ളത്, അത് മാത്രമല്ല എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബോസോലോ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ അവരെ പ്രാപ്തമാക്കുന്നതിനായിട്ട് ഒരുപാട് വനിതകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടാകും. നമ്മുടെ വീട്ടമ്മമാരായാലും അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്ന വനിതകളാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ ഒരു ജോലി കൊണ്ട് ഞാൻ തൃപ്തനല്ല അല്ലെങ്കിൽ തൃപ്തയല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. പക്ഷേ സാമ്പത്തികമായിട്ട് അതിന് തടസ്സം നിൽക്കുന്ന ധാരാളം വനിതകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്കുള്ള ഒരു സഹായ ഹസ്തമാണ് SBIയുടെ ഈ ഒരു സ്ത്രീ ശക്തി പാക്കേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ത്രീകളെ ബിസിനസ് തുടങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബിസിനസ്, വനിതകൾ നടത്തുന്ന ബിസിനസ് കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിനെ സഹായിക്കുക. അത് മാത്രമല്ല വളരെ കുറഞ്ഞ വളരെ ഈസി ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് വനിതകൾക്ക് അവരുടെ ബിസിനസ് ആരംഭിക്കാനും അത് കെട്ടിപ്പടുക്കാനുമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് SBI ഈ സ്കീം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്കീം പ്രകാരം ലഭിക്കുന്നത് 25 ലക്ഷം രൂപ ലോണാണ്. ബിസിനസ് ആരംഭിക്കുന്നതിനായിട്ടും അല്ലെങ്കിൽ ഓൾറെഡി ആരംഭിച്ച ബിസിനസ് കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടും 25 ലക്ഷം രൂപയുടെ ലോണാണ് SBI നൽകുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബിസിനസിന്റെ ആവശ്യത്തിന് അനുസൃതമായിട്ട് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലും ലോൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും മാനുഫാക്ചറിംഗ് ബിസിനസ്, അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പുകൾ, കൂടാതെ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്, ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതിനായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ലോൺ നൽകുന്നത്. അഗൈൻ ഐ എം ടെല്ലിംഗ്, സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ലോൺ ലഭിക്കാനുള്ള ഒരു എലിജിബിലിറ്റി ഉള്ളത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വെറും വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ലോണിന്റെ അപ്രൂവൽ, അതിന്റെ പലിശ നിരക്ക്, എലിജിബിലിറ്റി, ഇതെല്ലാം ബാങ്കിന്റെ പോളിസിക്ക് അനുസൃതമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. ഏറ്റവും പുതിയ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള SBI ബ്രാഞ്ച് സന്ദർശിക്കുക. ഈ ഒരു സ്കീം പ്രകാരമുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യത്തേത് ലോൺ എമൗണ്ട് ആണ്. 25 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക് അവരുടെ ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു തുക. 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ചെറിയൊരു ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ പറ്റും അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ നീഡുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് അത്യാവശ്യമാണ് 25 ലക്ഷം രൂപ മതിയാവില്ല, കുറച്ചുകൂടെ എമൗണ്ട് വേണം, അങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസുകൾ ബാങ്കിന് മുമ്പിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിലും ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എടുക്കുന്ന ലോൺ എമൗണ്ട് 2 ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ പലിശ നിരക്കിൽ 0.5% കൺസെഷൻ ലഭിക്കും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മറ്റ് സാധാരണ ലോണുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. മാത്രമല്ല 10 ലക്ഷം രൂപ വരെയുള്ള ലോണിന് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഈടും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 25 ലക്ഷം രൂപയാണ് ഈ ലോണിന്റെ ലിമിറ്റ്. 25 ലക്ഷം രൂപ മൊത്തമായിട്ട് നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ബിസിനസിന്റെ സ്കെയിലിന് അനുസരിച്ച് നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത്, ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ ലോൺ എടുത്താൽ മതിയാകും. നിങ്ങൾ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ 25 ലക്ഷം രൂപ മാത്രമേ കിട്ടൂ എന്നില്ല, 25 ലക്ഷം രൂപ വരെ ആണ് ലോൺ ലിമിറ്റ് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷം രൂപയാണ് നിങ്ങൾ 10 ലക്ഷം രൂപയോ അതിൽ കുറവോ ആണ് നിങ്ങൾ ലോണായിട്ട് എടുക്കുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള ജാമ്യവും ഈടും നിങ്ങൾ വെക്കേണ്ടതായിട്ടില്ല എന്നതാണ് ഈ ലോണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് എന്തുകൊണ്ടാണ് സാധ്യം എന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി സ്കീമാണ്. അതുകൊണ്ട് തന്നെയാണ് 10 ലക്ഷം രൂപ വരെയുള്ള ലോണിന് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഈട് നൽകേണ്ട എന്ന് പറയുന്നത്. ഇതിന് വൈഡ് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റിയും കൂടെ ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതായത് റീറ്റെയിൽ ബിസിനസ് ചെയ്യാനായിട്ട്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അതായത് അച്ചാർ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചെറുകിട ബിസിനസ്, നമ്മൾ കുടുംബശ്രീയുടെ ഒക്കെ ധാരാളം ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള സഹായം SBIയിൽ നിന്നും ഈ ഒരു സ്കീം പ്രകാരം ലഭ്യമാണ്. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട അതിന് അനുബന്ധമായിട്ടുള്ള ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റികൾക്കൊക്കെ ലോൺ അവൈലബിൾ ആണ്. മാത്രമല്ല ഡോക്ടർ, CA, ബ്യൂട്ടി സലൂൺ ഓണർ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ലോൺ ലഭിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ആ ഒരു എമൗണ്ട് എല്ലാവർക്കും ലഭിക്കുമോ എന്നുള്ളതാണ്. ആക്ച്വലി ഇല്ല, എല്ലാവർക്കും 25 ലക്ഷം രൂപ ലഭിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഇല്ല. അതിന്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ബിസിനസ് ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര എമൗണ്ട് നിങ്ങൾക്ക് ലോൺ ലഭിക്കും എന്നുള്ള കാര്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്മോൾ റീറ്റെയിൽ ഷോപ്പ് ഓണർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള തുക 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ്. മാത്രമല്ല ഒരു ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു എമൗണ്ട് ആണ്, അതായത് 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ. ഡോക്ടേഴ്സ്, CAs ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള തുക 50,000 രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. മാത്രമല്ല ഓൾറെഡി ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നടത്തുന്ന ഒരു വനിതയാണെങ്കിൽ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള തുക 50,000 രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ. സോ നിങ്ങളുടെ ബിസിനസിന്റെ ടൈപ്പിനും ബിസിനസിന്റെ കണ്ടീഷനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. സോ എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകൾക്കാണ് പ്രധാനമായിട്ടും ഈ ലോൺ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ടൈലറിംഗ് അല്ലെങ്കിൽ ഗാർമെന്റ് ബിസിനസ്. ഈ തുണിയുമായി ബന്ധപ്പെട്ട ടൈലർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തുണിയുമായി ബന്ധപ്പെട്ട ഹോൾസെയിൽ റീറ്റെയിൽ കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തണമെങ്കിൽ ഈ ഒരു ലോൺ ലഭ്യമാണ്. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഈ ഒരു ലോൺ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഡയറി പ്രൊഡക്റ്റ്, അതായത് പാല്, തൈര്, മുട്ട അത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് ചെയ്യുന്ന ഇത് ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പാലുൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ നമ്മൾ കാണാറുണ്ടല്ലോ. അത്തരത്തിൽ ഷോപ്പുകൾ, അത്തരത്തിലുള്ള ബിസിനസ് ആരംഭിക്കണമെങ്കിൽ അതിനായിട്ടും SBIയിൽ നിന്നും ഈ ഒരു സ്കീം പ്രകാരമുള്ള സഹായം ലഭിക്കും. അത് മാത്രമല്ല അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് വിത്ത്, വളം ഇത്തരത്തിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക ഉപകരണങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യാനും ലോൺ ലഭ്യമാണ്. കൂടാതെ സോപ്പ് മാനുഫാക്ചറിങ്, സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡിറ്റർജന്റ് നിർമ്മാണം ഇത്തരത്തിലുള്ള ചെറുകിട യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും ലോൺ അവൈലബിൾ ആണ്. കൂടാതെ മസാല പൗഡർ, അഗർബത്തി ഇത്തരത്തിലുള്ള ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള സഹായത്തിനായിട്ടും ലോൺ അവൈലബിൾ ആണ്. മാത്രമല്ല പ്രൊഫഷണലുകൾ ആയിട്ടുള്ള വനിതകൾക്ക്, അതായത് ഒരു ഡോക്ടർ ആണെങ്കിൽ അവർക്കൊരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്യണം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഓഫീസ് ആരംഭിക്കണം, ഇത്തരത്തിലുള്ള പ്രൊഫഷണലുകൾക്കും ലോൺ അവൈലബിൾ ആണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരു വനിതയായിരിക്കണം എന്ന് മാത്രം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് എന്തൊക്കെ തരത്തിലുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളാണ് ഒരാൾക്ക് ഈ ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ, ബിസിനസിന്റെ 51% ഉടമസ്ഥാവകാശമുള്ള വനിതയായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ആൾ. മാത്രമല്ല ബിസിനസ് MSMEയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഉദ്യം രജിസ്ട്രേഷൻ എന്നും ഇതറിയപ്പെടുന്നു. അത് മാത്രമല്ല ഓൺട്രപ്രണർഷിപ്പ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളത് ഒരു പ്ലസ് ആണ്. മാത്രമല്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ തീരുമാനം എടുക്കുന്നതിൽ ഈ വനിതയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹാൻഡ് ഉണ്ടാവണം, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വോയിസ് ഉണ്ടാവണം. അതായത് ഈ ഒരു ലോൺ എന്ന് പറയുന്നത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള സ്ത്രീ സംരംഭകർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഞാനിപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ വൈഫിന്റെ പേരിൽ ഞാൻ ഈ ലോൺ എടുക്കുക എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം കൃത്യമായിട്ടുള്ള ഓണർഷിപ്പ് നമ്മൾ ബാങ്കിനെ കാണിക്കണം. ബിസിനസ് ചെയ്യാൻ പോകുന്ന സ്ത്രീയാണ്, അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്നത് സ്ത്രീയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും ഒക്കെ ബാങ്കിന് കിട്ടിയാൽ മാത്രമേ ഈ ലോൺ സാങ്ഷൻ ആവുകയുള്ളൂ. സോ അടുത്ത നിങ്ങൾക്കുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, നേരെ ബാങ്കിൽ പോവുക. SBIയുടെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ചിൽ നിങ്ങൾ പോവുക. സ്ത്രീ ശക്തി പാക്കേജ് ലോണിനെ കുറിച്ച് അവിടെ അന്വേഷിക്കുക. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഫോം, ഈ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ആ ഫോം നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുക, ആ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ്, രേഖകളും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യുക. ഈ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ ബാങ്കിന്റെ ക്രൈറ്റീരിയയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് ബാങ്ക് ഒഫീഷ്യൽസ് പരിശോധിക്കും. ഇതെല്ലാം പരിശോധിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആവും. സോ പ്രധാനമായിട്ടും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടത് എന്ന് വെച്ചാൽ, ഒന്ന് ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യാൻ പോകുന്ന വനിതയുടെ ID പ്രൂഫ്, ആധാർ കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഏത് തരത്തിലുള്ള ID പ്രൂഫ്, നിങ്ങളുടെ അഡ്രസ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തേത് ബിസിനസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ ബിസിനസ് എവിടെയാണോ രജിസ്റ്റർ ചെയ്തത് ആ രജിസ്ട്രേഷൻ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. മാത്രമല്ല അവൈലബിൾ ആണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം. കൂടാതെ ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എസ്റ്റിമേഷനും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. സോ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. സോ SBIയുടെ സ്ത്രീ ശക്തി പാക്കേജ് എന്ന് പറയുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പാക്കേജ് ആണിത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണിത്. 25 ലക്ഷം രൂപ വരെ ആണ് ഈ ഒരു സ്കീം പ്രകാരം ലോൺ ലഭിക്കുന്നത്. അത്യാവശ്യമാണെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിലും ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. 25 ലക്ഷം രൂപ
മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നില്ല. 10 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപയ്ക്ക് യാതൊരു തരത്തിലുള്ള ഈടും നിങ്ങൾ വെക്കേണ്ടതില്ല എന്നതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിന്റെ പലിശ നിരക്കും കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലിശ നിരക്കിൽ ചെറിയ കൺസെഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള പലിശ നിരക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം പലിശ നിരക്കിൽ മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ പലിശ നിരക്ക് അവർ കൂട്ടാനോ കുറയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഞാൻ പലിശ നിരക്ക് എന്ന രീതിയിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു സംരംഭക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും SBIയുടെ ഈ ഒരു പാക്കേജ് നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് SBIയുടെ ബ്രാഞ്ചിൽ ചെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ലോണിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എലിജിബിലിറ്റിയും ഒക്കെ നിങ്ങൾ പാലിക്കണം എന്നുള്ളത് മാത്രം. ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ വനിതകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. വനിതകളിലെ സംരംഭക ഉണരട്ടെ, കൂടുതൽ പുതിയ ബിസിനസ്സുകൾ ഇവിടെ ഉണ്ടാകട്ടെ, എല്ലാവരും സ്വയം പര്യാപ്തത കൈവരിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.